Hi all, welcome to the class. Today we are going to discuss a small topic in the subject mechanics of machinery. Today's topics are backlash, gear standardization and interchangeability. First of all, we will start with backlash and you can see a figure where two gears are meeting at pitch point and there is a small gap exists between the tooth when both are completely engaged. That is known as backlash. And it is an important term in designing gears. And you can see the first statement that backlash is a important and mandatory thing, and we cannot avoid backlash since the lubricating oil between meeting gears are exist between this backlash area, and that will avoid overheating and tooth damage. So backlash is an important and required parameter. But if the backlash increases beyond a specific limit, then there will be a loosen between, or this gear may vibrate between pinion, and that will cause tooth damage. So we must carefully design gears with backlash. That is shown in the second point. And if the backlash is referred as zero point 0.2 mm, that means there is a small gap between gears as zero point 0.2 mm for lubrication to avoid overheating. ബാക്ക്ലാഷ് എന്ന് പറയുന്നത് ഗിയർ ഡിസൈനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ്. ഇത് ഒരു റിക്വയർഡ് പാരാമീറ്റർ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, രണ്ട് ഗിയേഴ്സ് പിച്ച് ലൈനിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സമയത്ത്, എൻഗേജ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ്ലി എൻഗേജ് ആകുമ്പോൾ ഇവിടെ ചെറിയ സ്മോൾ ഗ്യാപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് ബാക്ക്ലാഷ്. നോർമലി ഈ ഏരിയയിലാണ് ലൂബ്രിക്കേറ്റിംഗ് ഫിലിം അല്ലെങ്കിൽ ലൂബ്രിക്കേഷൻ ഓയിലെല്ലാം എക്സിസ്റ്റ് ചെയ്യുക. ഇത് കറക്റ്റായിട്ട് ഇല്ലെങ്കിൽ, അഥവാ ലൂബ്രിക്കേറ്റിംഗ് ഓയിലിന് സ്പേസ് ഇല്ലെങ്കിൽ ഗിയർ ഓവർ ഹീറ്റ് ആവും, ഡാമേജ് ആവും. പക്ഷേ ഇതിൻ്റെ അളവ് കൂടുന്ന സമയത്ത് ഈ രണ്ട് ഗിയറും തമ്മിൽ ലൂസ്നെസ് വരും. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ഇത് എൻഗേജ്ഡ് ആണെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ നമ്മളെ ടൂത്ത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ചെയ്തിട്ട് ഒരു ഫ്രിക്ഷൻ കാരണം ടൂത്ത് ഡാമേജ് ഉണ്ടാവാം, അല്ലെങ്കിൽ മോഷൻ കയറ്റായിട്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗിയർ ഇങ്ങോട്ടേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് റിവേഴ്സിലിട്ടാൽ ഈ ടീത്ത് ഇവിടുന്ന് ഇവിടെ ടച്ച് ചെയ്യാനുള്ള ടൈം നമുക്ക് മോഷനൊന്നും കിട്ടില്ല, അഥവാ മോഷനിലൊരു ചെറിയൊരു ചേഞ്ച് വരും. ആൻഡ് ഇഫ് ദ സീറോ ബാക്ക്ലാഷ് എക്സിസ്റ്റ്, ഇറ്റ് ഷോസ് പെർഫെക്ഷൻ ഇൻ ദ മാനുഫാക്ചറിങ് ബട്ട് നോ വേ ഫോർ lubrication. It lead to wear and tear. You must be very careful that we must provide a small, at least small backlash while designing a gear. And when the accuracy is needed, we must consider following parameters for designing gears to avoid errors that are profile, pitch, tooth thickness, helix angle, center distance and run out. And now we will start discuss how to reduce backlash. And for that there are three methods, namely precision gears, modified gears and special design that components other than gears. നമ്മുടെ ബാക്ക്ലാഷ് ഒഴിവാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പെർഫെക്ഷൻ കിട്ടുമെങ്കിലും അത് കാരണം നമ്മളുടെ ടൂത്ത് ഓവർ ഹീറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനെ റെഡ്യൂസ് ചെയ്ത് നമ്മുടെ റിക്വയർഡ് പാരാമീറ്റേഴ്സിനുള്ളിൽ കൊണ്ടുവരാനേ പറ്റുള്ളൂ. അതിന് 3 മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. പ്രസിഷൻ ഗിയേഴ്സ്, രണ്ടാമത്തേത് മോഡിഫൈഡ് ഗിയേഴ്സ് ആൻഡ് തേർഡ് വൺ സ്പെഷ്യൽ ഗിയേഴ്സ്. അങ്ങനെ പഠിച്ചാൽ മതി. ഫസ്റ്റ് വൺ പ്രസിഷൻ ഗിയേഴ്സ് that avoid manufacturing error, more tolerance and wear not bearing are caused for backlash. Precision gears minimize above imperfections. അതായത് പ്രസിഷൻ ഗിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കറക്റ്റ് അളവിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഗിയറാണ്, എറേഴ്സ് ഒന്നും വരുത്താത്ത, ഇൻ്റർഫറൻസ്, മിനിമം നമ്പർ ഓഫ് ടീത്ത്
റിക്വയർഡ് ഫോർ അവോയ്ഡിങ് ഇൻ്റർഫറൻസ് എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതൊക്കെ വളരെ കൃത്യമായിട്ട് പോയിൻ്റ് വാല്യൂ പോലെ ഒഴിവാക്കാതെ വളരെ പ്രിസൈസ് ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് മാനുഫാക്ചറിങ് എറേഴ്സ് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ ടോളറൻസ് നമ്മളുടെ ഒരു ലിമിറ്റ് നമുക്ക് സെറ്റ് ചെയ്യും. 10 mm ഡയമീറ്ററിൻ്റെ ഗിയർ ആണെങ്കിൽ 11 പോകാൻ പാടില്ല, 10.5 9.5 എന്നുള്ള ലിമിറ്റ് സെറ്റ് ചെയ്യും. ആ ലിമിറ്റിൻ്റെ വാല്യൂ കുറക്കുക. ഇപ്പം 10-ന് 10.5 വെച്ചിരിക്കുന്നത് 10-നും 10.1-നും ഇടയിൽ ഇതിൻ്റെ ടോളറൻസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊസിഷൻ ഓട്ടോമാറ്റിക്കലി കൂടും. അങ്ങനെ ആകുമ്പോൾ രണ്ട് ഗിയേഴ്സും വളരെ പെർഫെക്റ്റ് കോണ്ടാക്റ്റിൽ ഉണ്ടാവും. നമുക്ക് ബാക്ക്ലാഷ് റെഡ്യൂസ് ചെയ്യാം. വേൺ ഔട്ട് ബിയറിങ്സ് അഥവാ നമ്മൾ ഈ ഗിയേഴ്സ് എപ്പോഴും ബിയറിങ്സുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അത് അധികം വേൺ ഔട്ട് ആവാത്ത കണ്ടീഷനുകളിൽ തന്നെ റീപ്ലേസ് ചെയ്യാം. ഗിയേഴ്സെല്ലാം കറക്റ്റായിട്ട് റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ കറക്റ്റ് മെയിൻ്റെനൻസ് കൊടുക്കുക, ലൂബ്രിക്കേഷനെല്ലാം കറക്റ്റായിട്ട് കൊടുക്കുക. കാരണം ഗിയേഴ്സിൻ്റെ ഇടയിൽ വേണ്ട ലൂബ്രിക്കേഷൻ പോലെ തന്നെ വേറൊന്നാണ് ബിയറിംഗ് ലൂബ്രിക്കേഷൻ. അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ മാനുഫാക്ചറിങ് ടൈമിൽ തന്നെ എത്ര അതിന് എങ്ങനെയൊക്കെ ലൂബ്രിക്കേഷൻ കൊടുക്കണം എന്നെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ പ്രസിഷൻ ഗിയേഴ്സായിട്ട് മാറ്റാൻ പറ്റും. മെയിൻലി ശ്രദ്ധിക്കേണ്ടത് മാനുഫാക്ചറിങ് എറേഴ്സും ടോളറൻസും ഒഴിവാക്കി. Now we will discuss second point, that is modified design. Existing gears are modified in this category. There are 3 types of adjustments. First one is adjusting the gears to a non-predetermined tooth clearance during the initial assembly. ഇതിനകത്ത് നമ്മൾ ആദ്യം തന്നെ പാരാമീറ്റേഴ്സ് ബാക്ക്ലാഷ് എത്ര വരെ പോകാമെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പോകാമെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് കണക്കായിട്ട് ടൂത്തിൻ്റെ ക്ലിയറൻസ് വരുന്ന വിധത്തിൽ മുകളിൽ നിങ്ങൾക്കറിയാം റൂട്ടും ബേസ് സർക്കിളിൻ്റെയും ക്ലിയറൻസ് സർക്കിളും തമ്മിലുള്ള ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അതിനാണ് ക്ലിയറൻസ് എന്ന് പറയുന്നത്. ക്ലിയറൻസ് അത്രയും എക്സിസ്റ്റ് ചെയ്യുന്ന വിധത്തിൽ മേറ്റിംഗ് ഗിയേഴ്സിൻ്റെ സെൻറ്റർ ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യുക, അടുപ്പിച്ച് വെക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ബാക്ക്ലാഷിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, ലിമിറ്റിനുള്ളിൽ നിർത്താൻ പറ്റും. ആൻഡ് സെക്കൻഡ് വൺ, യൂസിങ് ഓഫ് സ്പ്രിങ് ടു ഹോൾഡ് മേറ്റിംഗ് ഗിയേഴ്സ് അറ്റ് എ കോൺസ്റ്റൻറ്റ് ബാക്ക്ലാഷ് ലെവൽ. നമ്മൾ രണ്ട് ഗിയർ തമ്മിൽ മേറ്റിംഗ് ഗിയേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പ്രിങ് ലോഡഡ് സപ്പോർട്ടും കൂടി കൊടുക്കുകയാണെങ്കിൽ ഗിയർ എപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് മേറ്റിങ്ങിൽ ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു അൺഈവൻ ഫ്ലക്ച്വേഷൻ ഈ സ്പീഡുകളിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ബാക്ക്ലാഷ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു സാധ്യതയില്ല. ആൻഡ് തേർഡ് വൺ, യൂസ് ഓഫ് ഷോർട്ടർ സെൻറ്റർ ഡിസ്റ്റൻസ്. ഇതും ഡിസൈനിങ്ങിൽ തന്നെ വരുന്നതാണ്. ബാക്ക്ലാഷ് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ എത്രയാണ് സെൻറ്റർ ഡിസ്റ്റൻസ് വേണ്ടതെന്നുള്ളത് നമുക്ക് കിട്ടും. നോർമലി ഇല്ലതിനെക്കാട്ടിയും സെൻറ്റർ ഡിസ്റ്റൻസ് കുറച്ച് കൊണ്ടുവരുവാണെങ്കിൽ ബാക്ക്ലാഷ് കുറയാനാണ് സാധ്യത. Now we will discuss special design. These special design are of 4 types. First one is harmonic drive, cycloidal drive, epicyclic drive and traction drive. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ആദ്യത്തെ 3 ഇതെല്ലാം തന്നെ ഓരോ ഇമ്പോർട്ടൻറ്റ് നോർമൽ ഗിയേഴ്സ് മെക്കാനിസത്തിൽ നിന്ന് ചെറിയ വ്യത്യാസം വരുന്നതാണ്. നമുക്ക് ഓരോന്നായിട്ട് പറയാം. ആദ്യത്തെ ഹാർമോണിക് ഡ്രൈവ്. ഹാർമോണിക് ഡ്രൈവിൽ നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് വീൽസ് അഥവാ നമ്മൾ റിജിഡ് വീൽസ് അല്ല യൂസ് ചെയ്യുക. അതിൻ്റെ അത് ചെറിയ ഫ്ലക്ച്വേഷൻ വരുന്ന രീതിയിലുള്ള വീൽസ് ഉപയോഗിച്ചിട്ട് നമ്മൾ മോഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഹാർമോണിക് ഡ്രൈവ്. നിങ്ങൾക്ക് ചിത്രം കാണാം. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നടുക്കുള്ളത് കുറച്ച് സ്പീഡാണ് എന്നത് ശ്രദ്ധിച്ച് നോക്കുക. നടുക്കുള്ള സാധാരണ ഫ്ലക്ച്വേഷൻ ആവുന്ന ആ ചുവപ്പ് കളറുള്ള ഗിയർ ഫ്ലക്ച്വേഷൻ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ മോഷൻ ട്രാൻസ്ഫർ ചെയ്യുന്ന മെക്കാനിസത്തിൽ പറയുന്ന പേരാണ് ഹാർമോണിക് ഡ്രൈവ്സ്. ഇതിൻ്റെ മോഷൻ എപ്പോഴും സിമ്പിൾ ഹാർമോണിക് മോഷൻ പോലെയുള്ള മോഷൻസാണ് ഉണ്ടാവുക. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. ഓക്കെ, ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സൈക്ലോയിഡൽ മോഷനാണ്. സൈക്ലോയിഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിലിണ്ട്രിക്കൽ മോഷനാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ പറ്റും. നമ്മൾ ആ സിലിണ്ട്രിക്കൽ മോഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ചെറിയ സപ്പോർട്ട് അടി കൊടുക്കുന്നുണ്ട്. ആ സപ്പോർട്ട് വെച്ചിട്ട് ഈ ഗിയർ എപ്പോഴും ഔട്ടർ ഗിയറുമായിട്ട് ഇൻട്രാക്ഷനിൽ വരും. ഇത് നമുക്ക് ഞാനിപ്പോൾ ഒരു ഇൻറ്റേർണൽ എക്സ്റ്റേണൽ ഗിയേഴ്സ് കാണിച്ചു എന്നേ ഉള്ളൂ. പക്ഷേങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഗിയേഴ്സും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ കേസിൽ. അതിന് പ്രോപ്പർ ഡിസൈൻ വേണം. ഇതൊരു സ്പെഷ്യൽ ഡിസൈനാണ്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഗിയർ റൊട്ടേറ്റ് ചെയ്യുവാണ്. ആ റൊട്ടേറ്റ് ചെയ്യുന്നത് ഒരു എലിപ്റ്റിക്കൽ മോഡലിലാണ്.
ആ വിധത്തിൽ നമ്മൾ ഗിയറിനെ ഡിസൈൻ ചെയ്തെടുക്കുന്നതിനാണ് സൈക്ലോയിഡൽ ഡ്രൈവ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ മൂന്നാമത്തെ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ എപ്പിസൈക്ലിക് ഗിയറാണ്. ഇതിൻ്റെ അകത്ത് ഗിയറും ഇതൊരു സൺ ആൻഡ് പ്ലാനറ്റ് ഗിയർ സിസ്റ്റം പോലെയാണ്, പ്ലാനറ്ററി ഗിയർ സിസ്റ്റം എന്നും കൂടി പറയും. ഇത് നമ്മൾ അടുത്ത മൊഡ്യൂൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. ഈ ഗിയറിന് ചുറ്റും മറ്റേ ഗിയർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോവുകയാണ്. അതേപോലെ ഇത് തമ്മിൽ ഒരു സ്ട്രോങ് റിലേഷൻ ഉണ്ട്. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ തമ്മിൽ ഒരു ആം തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു ഗ്രീൻ കളറിലെ ആം കാണാൻ പറ്റും. ഈ ബോഡീൻ്റെ മോഷൻസ് എല്ലാം തന്നെ മറ്റേതൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വരുന്ന സമയത്തും നമുക്ക് ബാക്ക്ലാഷ് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നതാണ് ട്രാക്ഷൻ ഡ്രൈവ്. അത് ടോർക്ക് ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ്ലി ഒരു കംപ്രസീവ് ആയിട്ടുള്ള ലോഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഷാഫ്റ്റുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം മാത്രമാണ്. ഇത് അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം അല്ല. Now we will discuss gear standardization and interchangeability. It's an important term, and interchangeable gears are one which that can be substituted for similar gears manufactured to same drawings. Interchangeable gears എന്ന് പറയുന്നത് നമ്മളുടെ ഗിയർ മെക്കാനിസത്തിൽ നമ്മൾ ഡിസൈൻ ചെയ്തുണ്ടാക്കിയ ഗിയർ ഒന്ന് പെട്ടെന്ന് ഡാമേജ് ആയി പോയി, അതിൻ്റെ അതേ വിധത്തിലുള്ള ഗിയർ നമുക്ക് പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനാണ് ഇൻ്റർചേഞ്ചബിൾ ഗിയേഴ്സ്. റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഗിയേഴ്സിനെല്ലാം പറയുന്ന പേരാണ് ഇൻ്റർചേഞ്ചബിൾ ഗിയേഴ്സ്. അത് നമുക്കിപ്പം ഒരേ അളവ് വെച്ചിട്ട് രണ്ട് കമ്പനി, ഇപ്പോൾ ഇന്ത്യയിലൊരു കമ്പനി ഒരു ഗിയർ ഉണ്ടാക്കി, അമേരിക്കയിലൊരു കമ്പനി ഒരു ഗിയർ ഉണ്ടാക്കി, അത് രണ്ടും റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ്സ് എ ഇൻ്റർചേഞ്ചബിൾ ഗിയേഴ്സ്. അതാണ് ഈ ഇൻ്റർചേഞ്ചബിലിറ്റി എന്നുള്ളതിനെ കൊണ്ട് പറയുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം, ഇൻ്റർചേഞ്ചബിൾ ഗിയേഴ്സ് രണ്ടും തന്നെ സെയിം ലോ ഓഫ് ഗിയറിങ് പാലിക്കുന്ന രണ്ട് ഗിയേഴ്സ് ആയിരിക്കണം. ലോ ഓഫ് ഗിയറിങ് എന്താണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. ω1/ω2 ഈക്വൽ ടു R/r ഈക്വൽ ടു T/t അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞിട്ടുള്ള ഇതിൽ ലോ ഓഫ് ഗിയറിങ് പാലിക്കുന്ന ഏത് ഗിയറും നമുക്ക് ഇൻ്റർചേഞ്ചബിൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. പക്ഷേ അതിൻ്റെ അകത്ത് ചെറിയ സ്പെസിഫിക് കണ്ടീഷൻസ് ഉണ്ട്. ആ ഇൻ്റർചേഞ്ചബിലിറ്റി ചെയ്യണമെങ്കിൽ ദ ഗിയേഴ്സ് മസ്റ്റ് ഹാവ് സെയിം മൊഡ്യൂൾ ഓർ പിച്ച്, പ്രഷർ ആംഗിൾ, ആഡൻഡം ആൻഡ് ഡിഡൻഡം. ഇത്രയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രണ്ട് ഗിയേഴ്സ് ഒന്നിന് പകരം മറ്റേത് റീപ്ലേസ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അന്നേരം അങ്ങനെ റീപ്ലേസ് ചെയ്ത് വെക്കുമ്പം ടൂത്തിൻ്റെ തിക്നെസ്സും കൂടി ഇമ്പോർട്ടൻറ്റ് പാരാമീറ്ററാണ്. തിക്നെസ് ഷുഡ് ബി π/2 ടൈംസ് ദ മൊഡ്യൂൾ. അത് നമ്മൾ അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും നമ്മൾ വെക്കാൻ ശ്രദ്ധിക്കണം. അന്നേരം ഇതാണ് ഇൻ്റർചേഞ്ചബിലിറ്റി. ഇങ്ങനെ ഇൻ്റർചേഞ്ചബിലിറ്റി ചെയ്യുമ്പോൾ അടുത്തൊരു ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ഗിയർ സ്റ്റാൻഡർഡൈസേഷൻ. നമ്മളിപ്പം ഒരു ഗിയേഴ്സ് ഉണ്ടാക്കി 14.32 റേഡിയസിലുള്ളൊരു ഗിയർ ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലുള്ള ഒരാൾ അതുപോലെ അത് ഉണ്ടാക്കാൻ സാധ്യത വളരെ കുറവാണ്. നമ്മൾ ഒരു കറക്റ്റ് അളവ്, ഇപ്പോൾ 20 ഡിഗ്രി പ്രഷർ ആംഗിളിലുള്ള ഒരു ഗിയർ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ആ 20 ഡിഗ്രി പ്രഷർ ആംഗിളിൽ അമേരിക്കയിലും ഒരു സ്റ്റാൻഡേർഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർചേഞ്ചബിൾ ഗിയേഴ്സ് കിട്ടും. അതുകൊണ്ടാണ് ഒരേ പാരാമീറ്റേഴ്സ് ഉള്ള വിധത്തിലേക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത്. മനസ്സിലാക്കണം, ഇൻ്റർചേഞ്ചബിളും സ്റ്റാൻഡർഡൈസേഷനും ഒന്നല്ല. ഇൻ്റർചേഞ്ചബിൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 14.38 റേഡിയസുള്ള ഒരു ഗിയർ വേണമെന്ന് പറഞ്ഞാൽ അമേരിക്കയിലും 14.38 റേഡിയസിലും അല്ലെങ്കിൽ ഒരു 10 ഡിഗ്രി പ്രഷർ ആംഗിളിലും ഗിയർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് തമാമിൽ ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റും. അതിന് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയാൻ കഴിയില്ല. സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഓർഗനൈസേഷൻസ് പറയുകയാണ് ഗിയേഴ്സ് എന്ന് പറയുന്നത് ഇത്രയും പ്രഷർ ആംഗിളിലുള്ള ഗിയേഴ്സ് ഉണ്ടാക്കണം എന്നുള്ളതാണ് ഈ നാടിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാല്യൂസ് ഫോളോ ചെയ്യുന്നതായിരിക്കും അവിടുത്തെ സ്റ്റാൻഡേർഡ്. അത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് ഗിയേഴ്സിന്. അത് മെയിൻലി 14.5 ഡിഗ്രി പ്രഷർ ആംഗിൾ, 20 ഡിഗ്രി പ്രഷർ ആംഗിൾ ആൻഡ് 25 ഡിഗ്രി പ്രഷർ ആംഗിൾ. ഈ 3 വിധത്തിലാണ് ഗിയർ സ്റ്റാൻഡർഡൈസേഷന് പ്രഷർ ആംഗിൾസ് ഉപയോഗിക്കുക. അതുപോലെ ടൂത്തിൻ്റെ ഷേപ്പ് വെച്ചിട്ട് അതിനെ ഫുൾ ഡെപ്ത് ടീത്ത് അല്ലെങ്കിൽ സ്റ്റെപ്പ് ടൂത്ത് ഗിയേഴ്സ് അങ്ങനെ രണ്ടായിട്ട് പറയുന്നുണ്ട്. ഫുൾ ഡെപ്ത് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് താഴെ തന്നിട്ടുണ്ട്. ഫുൾ ഡെപ്ത് ടൂത്ത് ഈസ് വൺ വിച്ച് അഡൻഡം ഈസ് ഈക്വൽ ടു മൊഡ്യൂൾ ആൻഡ് പ്രൊവൈഡ് ലാർജർ വർക്കിംഗ് ഡെപ്ത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഗിയേഴ്സിൻ്റെ ടോപ്പ് സൈഡ് കുറച്ച് വലിയ തന്നെയാണ്. ഇപ്പോൾ സൈഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ അത് ടോപ്പ് സൈഡ്, ഇപ്പോൾ പിച്ച് സർക്കിളും ടോപ്പ് സൈഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് നിങ്ങൾ നോക്കുക, ഇവിടെയും നോക്കുക. ഇവിടെ ഇത് വളരെ അടുത്താണെങ്കിൽ ഇവിടെ കുറച്ചധികം ഉണ്ട്, അഡൻഡം കുറച്ചും കൂടി വലുതാണ്. അങ്ങനെ
അടൻ്റെ മൊഡ്യൂളിന് കറസ്പോണ്ടിങ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഫുൾ ഡെപ്ത് ടീത്ത്. ഇൻ കേസ് ദ ഡെപ്ത് ഈസ് സ്മോളർ ദാൻ ഫുൾ ഡെപ്ത്, നമ്മളുടെ നേരത്തെ പറഞ്ഞ ഫുൾ ഡെപ്തിനേക്കാൾ നമ്മളുടെ അഡൻഡം തിക്നെസ് ഷോർട്ട് ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് സ്റ്റെപ്പ് ടൂത്ത് ഗിയേഴ്സ്. ഇതെല്ലാം സ്റ്റാൻഡേർഡ് ഗിയേഴ്സ് ആയിട്ടാണ് വരിക. അതിനൊരു ടേബിൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, നോക്കുക. ഞാൻ ഉണ്ടാക്കിയതല്ല, ഇത് സ്റ്റാൻഡേർഡ് ടീത്തിൻ്റെ ടേബിളാണ്. യു ക്യാൻ സി ഫുൾ ഡെപ്ത് ഗിയർ 20 ഡിഗ്രി ഉണ്ട്, അതുപോലെ 20 ഡിഗ്രി സ്റ്റബ് ഉണ്ട്, 25 ഡിഗ്രി ഫുൾ ഡെപ്ത് ഉണ്ട്, ഒരു 14 വെല്ലും ഉണ്ട്. പക്ഷേ 14.5ഉം 20ഉം സ്റ്റെപ്പ് ടൂത്ത് സിസ്റ്റം ഹാവ് ബിക്കം ഒബ്സലന്റ് നൗ. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് 20 ഡിഗ്രി പ്രഷർ ആംഗിളാണ്. അതിൻ്റെ രണ്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. അഡൻഡം തമ്മിൽ വ്യത്യാസം ഉണ്ടാകും, കാരണം ഫുൾ ഡെപ്തിൽ അഡൻഡം കൂടുതലായിരിക്കും, ഷോർട്ട് അഡൻഡം വരുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. ഡിഡൻഡത്തിലും അത് ശ്രദ്ധിക്കണം, ബോത്ത് അഡൻഡം ആൻഡ് ഡിഡൻഡം ഷോർട്ട് ചെയ്യുന്നുണ്ട്. ഡിഡൻഡത്തിലും ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി അഡൻഡും ഡിഡൻഡുമായിട്ട് വരുന്ന ഒരു പാരാമീറ്ററാണ് ക്ലിയറൻസ്, സ്മോൾ ചേഞ്ച് ഉണ്ട്. പക്ഷെ താഴോട്ട് പോകുമ്പോൾ വർക്കിംഗ് ഡെപ്തും ഫുൾ ഡെപ്തും എല്ലാം അഡൻഡും ഡിഡൻഡും ക്ലിയറൻസുമായിട്ട് റിലേറ്റഡ് ആണ്. ടൂത്ത് തിക്നെസ് നോക്കിയാൽ രണ്ടും സെയിം ആണ്. അതുപോലെ ഫേസ് വിഡ്ത്ത് നോക്കിയാൽ രണ്ടും സെയിം ആണ്. ഫില്ലറ്റ് റേഡിയസ് രണ്ടും സെയിം ആണ്. ടോപ്പ് ലാൻഡ് മിനിമം രണ്ടും സെയിം ആണ്. അങ്ങനെ വരുന്ന കണ്ടീഷൻസ് എല്ലാം തന്നെ സെയിം ആയിട്ട് വരും. അതേസമയം സ്റ്റബും ഫുൾ ഡെപ്തും എടുക്കുന്ന സമയത്ത് അഡൻഡും ഡിഡൻഡും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. 25 ഡിഗ്രി ഫുൾ ഡെപ്തിൻ്റെ വാല്യൂസും തന്നിട്ടുണ്ട്. ഇനി നമ്മൾ പറയുന്നത് സ്റ്റാൻഡേർഡ് ഗിയേഴ്സ് ആൻഡ് ഇൻ്റർചേഞ്ചബിലിറ്റീൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ഒരു 3-4 തവണ ചോദിച്ചതാണ്. അതുകൊണ്ട് ഈ പോയിൻറ്റ്സ് എല്ലാം നോക്കുക. ദ അസംബ്ലി ഓഫ് മേറ്റിംഗ് ഗിയേഴ്സ് ഈസ് ഈസി. എനി സ്റ്റാൻഡേർഡ് ഗിയർ പിക്ഡ് അപ്പ് ഫ്രം ഇറ്റ്സ് പ്രൊഡക്ഷൻ ലോട്ട് വിൽ മീറ്റ് വിത്ത് അതർ ഗിയർ ഫ്രം അനദർ പ്രൊഡക്ഷൻ പ്ലോട്ട്. അതായത് കമ്പനി ഡിഫറെൻ്റ് ആയാലും നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഇറ്റ് എൻഹാൻസ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. ടു റെഡ്യൂസ് ദ അസംബ്ലിങ് കോസ്റ്റ് ഡ്രാസ്റ്റിക്കലി. അഥവാ നമ്മളുടെ ഗിയേഴ്സ് എല്ലാം കമേഴ്ഷ്യലി സ്റ്റാൻഡേർഡ് ഗിയേഴ്സ് മേടിക്കാൻ കിട്ടുമെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ചിലവൊന്നും ഉണ്ടാക്കണ്ട, ആ ഗിയേഴ്സ് വാങ്ങിയാൽ മതി. ആ ഗിയേഴ്സ് ഉണ്ടാക്കുന്നവരും അത് മാസ് പ്രൊഡക്ഷനിലേക്ക് കൂടി ഉണ്ടാക്കുന്നതുകൊണ്ട് അവരുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും റെഡ്യൂസ് ആവും. റീപ്ലേസ്മെൻറ്റ് ഓഫ് വേൺ ഔട്ട് ഗിയേഴ്സ് ആർ ഈസി. ഇപ്പോൾ ഒരു ഗിയർ വേൺ ഔട്ട് ആയി കഴിഞ്ഞാൽ അതേ സ്റ്റാൻഡേർഡ് ഗിയർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതാണ് വേറൊരു റീപ്ലേസ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പയറിംഗ് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് മെഷീൻസ് ഈസ് സ്പെസിഫൈഡ് ബിക്കോസ് സ്റ്റാൻഡേർഡ് ഗിയേഴ്സ് ക്യാൻ ബി ഈസിലി റീപ്ലേസ്ഡ്. നമ്മളുടെ ഗിയേഴ്സിൻ്റെ വാല്യൂസിനനുസരിച്ചിട്ടാണ് മെഷീൻ്റെ പല പാരാമീറ്റേഴ്സും പിന്നെ വരിക. അതുകൊണ്ട് തന്നെ അവിടെയുള്ള സ്റ്റാൻഡേർഡ് വാല്യൂസിന് കറസ്പോണ്ടിങ് ആയി റിക്വയർഡ് മെയിൻ്റെനൻസ് എത്രയാണെന്ന് പറയും. ഇപ്പോൾ നിങ്ങളുടെ ഗിയർ ബോക്സിലെല്ലാം ഓയിൽ ചേഞ്ചെല്ലാം വരുന്നതും ഓയിൽ നിറക്കേണ്ടതും മറ്റു കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് സ്പെസിഫൈഡ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യമേ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ റെഗുലർ മെയിൻ്റെനൻസ് ചെയ്ത് കഴിഞ്ഞാൽ എക്യുപ്മെൻറ്റ്സ് എല്ലാം സേഫ് ആയിരിക്കും. ദെൻ വിത്തൗട്ട് ഇൻ്റർചേഞ്ചബിലിറ്റി മാസ് പ്രൊഡക്ഷൻ ഓഫ് ഗിയർ ഈസ് നോട്ട് പോസിബിൾ. അത് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മൾ ഓരോ വർക്ക് കഴിയുമ്പോഴേക്ക് ഗിയർ വേൺ ഔട്ട് ആയി കഴിഞ്ഞാൽ അന്നേരം പോയിട്ട് പുതിയ ഗിയർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഇൻ്റർചേഞ്ചബിൾ അല്ലാത്ത ഗിയറിൻ്റെ കേസിൽ വേണ്ടത്. അത് കോസ്റ്റ്ലിയാണ്, നമുക്ക് മാസ് പ്രൊഡക്ഷൻ ആക്കിയിട്ട് ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ പറയാൻ പറ്റില്ല ഈ ഗിയർ എപ്പോഴാണ് പോവുക. ഇനി വരുന്ന അടുത്ത ഇമ്പോർട്ടൻറ്റ് ടേമാണ് നോൺ സ്റ്റാൻഡേർഡ് ഗിയേഴ്സ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് സ്റ്റാൻഡേർഡ് ഗിയേഴ്സ് ആണ്. നോൺ സ്റ്റാൻഡേർഡ് ഗിയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി ആർ യൂസിങ് നോൺ സ്റ്റാൻഡേർഡ് ഗിയേഴ്സ് അറ്റ് എ പ്രിസിഷൻ ഓപ്പറേഷൻസ്. നമ്മുടെ പിനിയനും ഗിയറും തമ്മിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടേമാണ് ഇൻ്റർഫറൻസ്. ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ കട്ട് ചെയ്യുക, മുകളിലേക്ക് പിനിയൻ വീലിലേക്ക് ഇൻ്റർഫർ ചെയ്യുക അഥവാ അണ്ടർ കട്ട് ചെയ്യുക, അങ്ങനെ ടൂത്ത് ഡാമേജ് ആവുക. സ്റ്റാൻഡേർഡ് ഗിയർ ആകുമ്പം ദർ വിൽ ബി എ സ്മോൾ എറേഴ്സ്. കറക്റ്റ് സൈസിലാണെന്ന് പറയാൻ പറ്റില്ല, ഐ മീൻ ഇൻ്റർഫറൻസ് ഇല്ല എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഡാമേജ് ഉണ്ടാവാം. വളരെ പ്രിസിഷൻ വേണ്ട സ്ഥലത്ത് നമ്മൾ ആ സ്റ്റാൻഡേർഡ് ഗിയേഴ്സിന് പകരം നോൺ സ്റ്റാൻഡേർഡ് ഗിയേഴ്സ് പ്രിഫർ ചെയ്യും. കോണ്ടാക്ട് റേഷ്യോ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോൺ സ്റ്റാൻഡേർഡ് ഗിയേഴ്സ് പ്രിഫർ ചെയ്യും. നമ്മളെ കറക്റ്റ് ഡിസൈൻ ചെയ്ത അളവിൽ ഉണ്ടാക്കുന്ന ഗിയേഴ്സാണ് ഈ നോൺ സ്റ്റാൻഡേർഡ് ഗിയേഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ സെൻറ്റർ ഡിസ്റ്റൻസ് കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ഗിയർ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അതിനും നമ്മൾ നോൺ സ്റ്റാൻഡേർഡ് ഗിയേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. അതുപോലെ
ബെൻഡിങ് സ്ട്രെസ് കുറക്കാൻ വേണ്ടിയിട്ട് നോൺ സ്റ്റാൻഡേർഡ് ഗിയേഴ്സ് അഥവാ കറക്റ്റ് അളവിലുള്ള ഡിസൈൻ യൂസ് ചെയ്യേണ്ടി വരും. അതൊക്കെയാണ് ഈ നോൺ സ്റ്റാൻഡേർഡ് ഗിയേഴ്സ് എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ചിത്രത്തിൽ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, അഥവാ ഇൻ്റർഫറൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ലോങ് അഡൻഡം ഓൺ പിനിയൻ ആൻഡ് ഷോർട്ട് അഡൻഡം ഓൺ വീൽ. നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ പറ്റും. നമ്മളെ നോർമൽ അഡൻഡത്തിനേക്കാൾ കുറച്ചും കൂടി വലിയ രീതിയിൽ അഡൻഡം ഇൻക്രീസ് ചെയ്തിട്ട് ഇപ്പുറത്തെ ഷോർട്ട് അഡൻഡം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഡിസൈൻ ഒന്ന് മോഡിഫൈ ചെയ്യാം, ബാക്ക്ലാഷ് കുറക്കാൻ പറ്റും. അതുപോലെ നമ്മളുടെ പവർ ട്രാൻസ്മിഷൻ എല്ലാം തന്നെ പ്രിസൈസ് ആയിരിക്കും. അങ്ങനെയുള്ള വിധത്തിൽ ഡിസൈൻ ചെയ്യാം. ഈ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്ത രണ്ട് ടേംസാണ്. ഈ അഡൻഡം എങ്ങനെ മോഡിഫൈ ചെയ്യണം എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് അഡൻഡം മോഡിഫിക്കേഷൻ കോഎഫിഷ്യൻറ്റ് ഫോർ x1 ആൻഡ് x2 ഫോർ ബോത്ത് പിനിയൻ ആൻഡ് ഗിയർ. നമ്മളിപ്പം ഇതിൻ്റെ അഡൻഡം മോഡിഫൈ ചെയ്തു. x1 നോർമൽ അഡൻഡം എ ആണെങ്കിൽ അതിൻ്റെ കൂടെ x1 എന്നുള്ളൊരു ടേം ആഡ് ചെയ്യും. അന്നേരം മൊത്തത്തിലുള്ള ഡയമെൻഷൻ കൂടും. അതേപോലെ പിനിയൻ ഡിസൈൻ ചെയ്യുന്ന വീല് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അഡൻഡത്തിൽ നിന്ന് x2 എന്നുള്ളൊരു ടേം റെഡ്യൂസ് ചെയ്യും. അങ്ങനെ ഡിസൈൻ ചെയ്യുന്നതിനാണ് പ്രൊഫൈൽ ഷിഫ്റ്റഡ് ഗിയേഴ്സ് അല്ലെങ്കിൽ നോൺ സ്റ്റാൻഡേർഡ് ഗിയേഴ്സ് എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിക്കും വായിച്ചു നോക്കുക. നോൺ സ്റ്റാൻഡേർഡ് ഗിയേഴ്സ് എന്താണെന്ന് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് പ്രസിഷൻ ആവശ്യമുള്ള സ്ഥലത്ത് ഉപയോഗിക്കുന്ന ഗിയേഴ്സാണ്. സ്റ്റാൻഡേർഡ് ഗിയേഴ്സ് നമുക്ക് എവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. മാനുഫാക്ചറിങ് ഏരിയയിലൊക്കെ മാസ് പ്രൊഡക്ഷനായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഗിയേഴ്സാണ് സ്റ്റാൻഡേർഡ് ഗിയേഴ്സ്. എവിടെയെങ്കിലും വേണൗട്ട് ഗിയർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോയി മേടിച്ചിട്ട് റീപ്ലേസ് ചെയ്യാം, കോസ്റ്റ് കുറവാണ്. അങ്ങനെയുള്ള ഒരു അഡ്വാൻറ്റേജ് അതിലുള്ളതാണ് സ്റ്റാൻഡേർഡ് ഗിയേഴ്സ്. വളരെ പ്രസിഷൻ കമ്പയർഡ് ടു നോൺ സ്റ്റാൻഡേർഡ് ഗിയർ കുറവായിരിക്കും. താങ്ക് യു ഫോർ ടുഡേ.